നമസ്കാരം, ഞാൻ ഡോക്ടർ സ്മിത റാണി സുറിയക്, SRS ഐ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓഫ്തൽമോളജിസ്റ്റാണ് കാറ്ററാക്ട് സർജൻ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാറ്ററാക്ട് അല്ലെങ്കിൽ അഥവാ തിമിരത്തെ പറ്റിയാണ്. തിമിരം എന്താണ് എന്ന് ചോദിച്ചാൽ, എല്ലാവരുടെയും കണ്ണിനുള്ളിൽ വളരെ സുതാര്യമായ ഒരു ലെൻസ് ജന്മന ഉണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ ക്രിസ്റ്റലൈൻ ലെൻസ് എന്ന് പറയും. ഈ ലെൻസിന് കാലക്രമേണ പ്രായാധിക്യത്തിൽ മൂലമോ മറ്റേതെങ്കിലും കാരണങ്ങൾ മൂലമോ അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ തിമിരം എന്ന് പറയുന്നത്. ഇത് ചില കുട്ടികൾക്ക് ജന്മന ഉണ്ടാകാം, ചിലർക്ക് ഡെവലപ്മെൻ്റലായിട്ടുള്ള ചില അസുഖങ്ങളുടെ കൂട്ടത്തിലുണ്ടാവാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണിന് ക്ഷതമായിട്ട് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് പിന്നീടുണ്ടാവാം, ചില മരുന്നുകൾ കഴിക്കുന്നത് മൂലമുണ്ടാവാം, ചില സ്കിൻ ഡിസീസസ് അല്ലെങ്കിൽ റീനൽ ഡിസീസസിൻ്റെയൊക്കെ ഒരു കാലക്രമേണ അതിനോടൊപ്പം തിമിരം ഉണ്ടാവാം. ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പ്രായാധികം അല്ലെങ്കിൽ പ്രായത്തിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന തിമിരമാണ്. തിമിരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സിംറ്റംസ് എന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതലായിട്ട് പേഷ്യൻസ് കംപ്ലയിൻസ് ആയിട്ട് വരുന്നത് കാഴ്ചക്കുറവ് അല്ലെങ്കിൽ കാഴ്ചയ്ക്കുണ്ടാകുന്ന ഒരു മങ്ങൽ അതായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് പലതരത്തിൽ ആ കാഴ്ചക്കുറവും മങ്ങലും അനുഭവപ്പെടാം. ചിലർക്ക് ചില കളേഴ്സ് കാണാനുള്ള പ്രയാസം, അല്ലെങ്കിൽ കാണുന്ന ഒരു മൂടൽമഞ്ഞിൽ കൂടെ നോക്കുന്ന പോലെയുള്ള ഒരു വ്യത്യാസം, ചില ലെറ്റേഴ്സ് കാണാനായിട്ടുള്ള തീരെ ചെറിയ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ദൂരത്തേക്കുള്ള കാഴ്ച, അങ്ങനെ പലതരത്തിൽ ഈ മങ്ങൽ അനുഭവപ്പെടാം. ചിലർക്ക് വളരെ ശക്തമായിട്ടുള്ള ലൈറ്റിൽ അല്ലെങ്കിൽ ഗ്ലെയർ ഫീൽ ചെയ്യാം, രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എതിരെന്ന് ലൈറ്റ് വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരിക. ഇങ്ങനെ പലതരത്തിൽ ചിലർക്ക് രണ്ട് അല്ലെങ്കിൽ പല ഒരു വസ്തുവിനത്തിൽ പലതായിട്ട് കാണുക, രണ്ടായിട്ടോ മൂന്നായിട്ടോ നാലായിട്ടോ ഒക്കെ കാണുക. അപ്പോൾ ചില ടൈപ്പ് തിമിരത്തിൽ അങ്ങനെ ഉണ്ടാകും. പലതരത്തിലുള്ള തിമിരങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ തിമിരങ്ങൾക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ, കണ്ണടയും കൊണ്ട് മാറ്റാൻ, ഈ കാഴ്ചക്കുറവിനെ മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ തിമിരത്തിന് ഓപ്പറേഷൻ അഡ്വൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് മരുന്നുണ്ടോ, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ തിമിരം മാറുമോ എന്ന് ചോദിച്ചാൽ, തിമിരം മാറ്റാൻ മരുന്നുകളില്ല. ഇതിനായിട്ടുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് തിമിരത്തിന് ഓപ്പറേഷൻ ആവശ്യമായിട്ട് വരാം. അപ്പോൾ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ തന്നെ പലതരത്തിലുണ്ട്. പണ്ടൊക്കെ തുന്നലിട്ടുള്ള സർജറികളായിരുന്നു. വലിയ ഒരു മുറിവുണ്ടാക്കിയിട്ട് അതിലൂടെ തിമിരം പൂർണ്ണമായിട്ട് പുറത്തേക്ക് എടുക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മൾ വളരെ ചെറിയ മുറിവിലൂടെയാണ് സർജറി ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫാക്കോ എമൽസിഫിക്കേഷൻ, ഫാക്കോ എന്ന് പറയുന്ന സർജറിയാണ്. അതിനകത്ത് ഒരു 3 മില്ലിമീറ്റർ മുതൽ 1.5 മില്ലിമീറ്റർ വരെ ചെറിയ മുറിവിലൂടെ നമ്മൾ ഒരു ഫാക്കോ പ്രോബ് യൂസ് ചെയ്ത് അൾട്രാസോണിക് എനർജി വഴി ഈ തിമിരത്തെ ചെറിയ പീസസ് ആക്കി അതിനെ വലിച്ചെടുക്കുക. അതിന് ശേഷം ആ ഒരു നമ്മൾ കീപ്പ് ചെയ്യുന്നൊരു സഞ്ചിയുണ്ട് തിമിരത്തിന് പുറമേ ഉള്ളത്, അതിനകത്തൊരു ഹോൾ ഇട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനുള്ളിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഇൻട്രാക്കുലർ ലെൻസ് നമ്മൾ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വളരെ ചെറിയൊരു മുറിവായതുകൊണ്ട് തന്നെ ഇതിന് ശേഷമുള്ള റെസ്റ്റും അല്ലെങ്കിൽ നോർമൽ ലൈഫിലേക്ക് വരേണ്ടതായിട്ടുള്ള ടൈമെല്ലാം വളരെ കുറച്ചാണ് പണ്ടത്തെ കമ്പയർ ചെയ്യുന്നത്. പണ്ട് 2-3 മാസങ്ങളൊക്കെ നമ്മൾ റെസ്റ്റ് പറയുമ്പോൾ, ഇപ്പോൾ 1 വീക്ക് കഴിയുമ്പോൾ തന്നെ നോർമൽ അടുക്കളയിലേക്കുള്ള വർക്കിലേക്കോ അല്ലെങ്കിൽ പയ്യെ നമ്മൾ നോർമലായിട്ട് ചെയ്തിട്ടുള്ള വർക്കിലേക്കൊക്കെ തിരിച്ചു പോകാൻ പറ്റുന്നതാണ്. പിന്നീട് പലതരത്തിലുള്ള ലെൻസുകളുണ്ട്, അവൈലബിൾ ആണ്. ഇപ്പോൾ മോണോഫോക്കലായിട്ടുള്ള ലെൻസസ്, അതിനകത്ത് നമുക്ക് ദൂരത്തേക്കുള്ള കാഴ്ച മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് പിന്നീട് വായിക്കാനായിട്ട് അല്ലെങ്കിൽ ചെറിയ അക്ഷരങ്ങൾ വായിക്കാനായിട്ട് ചിലപ്പോൾ ഒരു കണ്ണട കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മൾട്ടിഫോക്കൽ ലെൻസസ് ഉണ്ട്. അതിനകത്ത് ഒരു പരിധി വരെ നമുക്ക് ഒരു കണ്ണടയും കൂടാതെ ചെറിയ അക്ഷരങ്ങൾ വെള്ളത്തിൻ്റെ ഒരു ഇത് കറക്റ്റ് ചെയ്യാനും ദൂരക്കാഴ്ചയും കറക്റ്റ് ചെയ്യാനും പറ്റും. പിന്നീട് ഡോറിക് ലെൻസസ്, അത് അസ്റ്റിഗ്മാറ്റിസം ഉള്ളവർക്ക്, ഒരു പരിധിയിൽ കൂടുതലുള്ളവർക്ക് നമ്മളത് അഡ്വൈസ് ചെയ്യുന്നു. ഇതെല്ലാം ഓരോരുത്തർക്കും അവരവരുടെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ അവസ്ഥയും മറ്റ് പല
അത് നോക്കിയ ശേഷമാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജോസി. ഞാൻ SRS IRENT ഹോസ്പിറ്റലിലെ സീനിയർ ENT സർജനാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം കുട്ടികളിലെ കൂർക്കം വലി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലെ ചില കുട്ടികൾ രാത്രിയിൽ കിടക്കുമ്പോൾ വായ തുറന്ന് കിടക്കുകയും അതുപോലെ കൂർക്കം വലിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം നമ്മളെ കാണാൻ വരുന്ന കുട്ടികളുടെ പേരൻസ് പറയുന്ന ഒരു വിഷയം, അവർ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ അല്ലെങ്കിൽ ഹോമിയോപ്പതി അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാരെ കാണിക്കുന്ന സമയത്ത് പല പരിശോധനയ്ക്ക് ശേഷം പറയുന്ന ഒരു കാര്യം, കുട്ടികളുടെ മൂക്കിൽ ദശ വളരുന്നുണ്ട്. ആ ഒരു വാക്ക് കേട്ട് കഴിയുമ്പം പേരൻസ് വളരെ ടെൻസ്ഡായി അവർ ENT ഡോക്ടർമാരോട് ഓടിപ്പാൻ വരാറുണ്ട്. അപ്പം ഈ കുട്ടികളുടെ മൂക്കിലെ ദശ എന്താണ് എന്നൊന്ന് വളരെ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരാം എന്നാണ് ഞാൻ കരുതുന്നത്. ദശ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് പോളിപ്പ്, നാസൽ പോളിപ്പ്. പക്ഷെ കുട്ടികളിൽ നാസൽ പോളിപ്പ് വളരെ റയറായിട്ട് വരുന്ന ഒരു അസുഖമാണ്. അപ്പം പലപ്പോഴും ഈ മറ്റുള്ള ഡോക്ടേഴ്സ് പ്രതിപാദിക്കുന്ന മൂക്കിലെ ദശ എന്ന് പറയുന്നത് കുട്ടികളുടെ മൂക്കിന്റെ പിൻഭാഗത്ത്, അതായത് നേസോഫാരിങ്സ് എന്ന് പറയും, മൂക്കിന്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്നതല്ല, മൂക്കിന്റെ ഏറ്റവും പിന്നിലായിട്ട് ഉണ്ടാകുന്ന ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ്. ലിംഫോയിഡ് ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായുവിനുള്ളിൽ ടോൺസിൽ ഉള്ളതുപോലെ തന്നെ മൂക്കിന്റെ പിൻഭാഗത്ത് വളരുന്ന ഒരു ഗ്രന്ഥി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനോമിനനാണ്. സാധാരണ കുട്ടികളിൽ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള പ്രായത്തിൽ. എന്തുകൊണ്ടാണ് ആ പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ സാധാരണ സ്കൂളിൽ പോയി തുടങ്ങുന്ന ഒരു ഏജ് ആയതുകൊണ്ട് ആ പ്രായത്തിൽ കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഈ ലിംഫോയിഡ് ടിഷ്യൂസ് ആയ അഡിനോയിഡും അതുപോലെ തന്നെ ടോൺസിൽസും കുറച്ചൊന്ന് എൻലാർജ് ആവാറുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ചുറ്റുവട്ടത്തും ഒത്തിരി പൊള്യൂട്ടഡ് ഒക്കെ ആയതുകൊണ്ടും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളും ഒക്കെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടൊക്കെ അലർജി ആയിട്ടുള്ള സിംറ്റംസ് കുട്ടികൾ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അലർജിക് ആയിട്ടുള്ള കുട്ടികളിൽ ഈ അഡ്നോയിഡിന്റെ നോർമലി ഉണ്ടാകുന്ന ഒരു എൻലാർജ്മെന്റ്, അത് ഈ 2 വയസ്സ് മുതൽ 7 വയസ്സുള്ള പ്രായത്തിലാണ് അഡ്നോയിഡ് കുറച്ച് എൻലാർജ്ഡ് ആകുന്നത്. പക്ഷെ അലർജിക് ആയിട്ടുള്ള കുട്ടികൾക്ക്, അതായത് ഫ്രീക്വന്റ് ആയിട്ട് തുമ്മൽ വരിക, ജലദോഷം വരിക മുതലായ സിംറ്റംസ് കാണിക്കുന്ന കുട്ടികൾക്ക് അഡ്നോയിഡിന്റെ സൈസ് സാധാരണ വലുതാവുന്നതിനേക്കാളും കുറച്ച് കൂടി നിന്നിട്ട് അത് മൂക്കിന്റെ പിൻഭാഗത്തോടെ കുട്ടികൾക്ക് ശ്വാസം പോകാൻ തടസ്സം ഉണ്ടാക്കുകയും അങ്ങനെയുള്ള കുട്ടികൾ രാത്രി കിടക്കുമ്പോൾ പൊക്കം വരികയും വായ തുറന്ന് കിടക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം കാണാറുണ്ട്. അതിനെയാണ് ശരിക്കും ഇവർ ദശ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പലപ്പോഴും മൂക്കിന്റെ ഉള്ളിലുള്ള മൂക്കിന്റെ സൈഡിലായിട്ടുള്ള 2 സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന് ഇൻഫീരിയർ ടെർമിനേറ്റ് എന്ന് പറയും. ഇൻഫീരിയർ ടെർമിനേറ്റ് അലർജിക് ആയിട്ടുള്ള ചില കുട്ടികളിൽ അത് കുറച്ച് സൈസ് കൂടി നിൽക്കുന്ന കഴിയുമ്പോൾ അത് ദശ ആണ് എന്ന് പറഞ്ഞ് പേരൻസ് പലപ്പോഴും തെറ്റിദ്ധരിച്ച് നമ്മുടെ അടുത്ത് വരാറുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ്, ഇതുപോലെ രാത്രിയിൽ കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ വായ തുറന്ന് കിടക്കുകയും കൂർക്കം വലിക്കുകയും ചില പൊസിഷൻസ് കുട്ടികൾ അക്വയർ ചെയ്യാറുണ്ട്. അതായത് ചെരിഞ്ഞ് കിടക്കുക, കമന്ന് കിടക്കുക, എങ്കിൽ മാത്രമേ അവർക്ക് മുഖത്തോടെ ശ്വാസം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരത്തുള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ENT ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. അഡ്നോയിഡിന്റെ സൈസ് അസസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യും. അഡ്നോയിഡിന്റെ സൈസ് അസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ENT ഡോക്ടേഴ്സ് ഇപ്പം സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു രോഗനിർണയ പ്രക്രിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് നാസൽ എൻഡോസ്കോപ്പി എന്ന് പറയും. പണ്ടും ഇപ്പോഴും ചില ENT ഡോക്ടർമാരും അതുപോലെ തന്നെ പീഡിയാട്രിഷ്യന്മാരും ചെയ്യുന്നത് കുട്ടികളുടെ കഴുത്തിന്റെ ലാറ്ററൽ വ്യൂ, അതായത് സൈഡിൽ നിന്നുള്ള വ്യൂ എക്സ്റേ എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ തീർച്ചയായിട്ടും കുട്ടികളുടെ എക്സ്റേ അനാവശ്യമായി എടുപ്പിക്കരുതെന്ന് പറയും. കാരണം എക്സ്റേക്ക് റേഡിയേഷൻ ഉണ്ട്. നിങ്ങളുടെ കുട്ടികളെ വീണ്ടും എക്സ്റേക്ക് വിധേയമാക്കാതിരിക്കുക. അതിനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് നാസൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പി എന്നുള്ള വാക്ക് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികളിൽ നോക്കുന്ന വളരെ തിന്നായിട്ടുള്ള പീഡിയാട്രിക് എൻഡോസ്കോപ്പ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കുട്ടികളുടെ എൻഡോസ്കോപ്പി നോക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അഡ്നോയിഡിന്റെ സൈസ് ലൈവായിട്ട് കാണാനും അതുപോലെ തന്നെ അതിന് എത്രത്തോളം മുക്കുകളുടെ ശ്വാസം പോകാനുള്ള സ്പേസ് ഉണ്ട് അതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പ് വെച്ച് കുട്ടികളുടെ മൂക്കിനുള്ളിൽ നോക്കിയതിന് ശേഷം അഡ്നോയിഡിന്റെ സൈസ് അസസ് ചെയ്തിട്ട് അഡ്നോയിഡിനെ നമ്മൾ ഗ്രേഡ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ സൈസ് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത്. ഇതിൽ കാര്യം പറയാനുള്ള എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുട്ടികളുടെ നേരത്തെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുകയും അത് ട്രീറ്റ് ചെയ്ത് ആ
ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കുകയും ചെയ്തില്ലെങ്കിൽ കുട്ടികൾ സ്ഥിരമായിട്ട് വാതം കിടന്ന് കഴിഞ്ഞാൽ അവരുടെ പല്ല് പൊന്തി വരികയും മോണ പൊന്തി വരികയും അവരുടെ മുഖത്തിൻ്റെ ഷേപ്പ് ആകപ്പാടെ മാറി വരികയും ചെയ്ത് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാതെ ഇത് ട്രീറ്റ് ചെയ്ത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പം നമ്മൾ മരുന്ന് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു നല്ലൊരു റിക്കവറി കിട്ടുന്നില്ല. ചില കുട്ടികളിൽ പിന്നെയും അഡനോയിഡ് അത്യാവശ്യം വളർന്നു നിന്നിട്ട് നമുക്കിവിടെ ശ്വാസം പോകാത്തൊരവസ്ഥയിൽ നമ്മൾ അഡനോയിഡക്ടമി എന്ന് പറയും. അതായത് അഡനോയിഡ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അഡനോയിഡക്ടമി എന്ന് പറയുന്നത്. അതിപ്പം പുതുതായിട്ടുള്ള സർജിക്കൽ ഡിവൈസസ് ഒക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. കോബ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വല്പം പോലും ബ്ലഡ് വരാത്ത രീതിയിലുള്ള നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചെയ്യുന്ന സർജറീസൊക്കെ ഇപ്പം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെയുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സർജറികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നിങ്ങൾ നല്ല രീതിയിൽ ഡോക്ടറെ കാണിച്ച് വിദഗ്ധ ഉപദേശം തേടുകയും ചികിത്സ തേടുകയും ചെയ്യുന്നതാണ്.